സുഹൃത്തുക്കളെ, ഓൾവേസ് മുത്തു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്നിപ്പോൾ ഒരു പെരുന്നാളൊക്കെ ആയിട്ട് തൂക്കുപാലത്തിൻ്റെ അവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു ഇവിടെ വന്നപ്പോൾ ഇവിടെ വലിയൊരു അത്ഭുതം. പുള്ളാരാസ് കഫേ ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയതാണ്. ജൂൺ 1 തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഒരു വീഡിയോയും കൂടി എടുത്ത് നിങ്ങളിൽ എത്തിക്കാച്ചിട്ടാണ്. കാരണം ഇവിടെ തൂക്കുപാലത്തിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം ചില ആൾക്കാരൊന്നും വരില്ല. ഭക്ഷണമാണല്ലോ മെയിനായിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോഴേ, ഇപ്പോൾ പാർക്കിൽ പോയാലും എൻ്റെ അടുത്ത് പോയാലും കുട്ടികൾക്ക് എന്തെങ്കിലും കിട്ടണ്ടേ, അത് സന്തോഷമല്ലേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ അവർ 5 മണി വരെ പൊഴിക്കടിയും ചായ അത് സുലഭമായിട്ട് കിട്ടും. അത് കഴിഞ്ഞാൽ ദോശ, ചട്നി സാധനങ്ങൾ, അത് പിന്നെ ബീഫ് തട്ടുദോശ, പിന്നെ അവിടെ ചിക്കൻ, അങ്ങനെയുള്ള പല വിഭവങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഭക്ഷണം ഇല്ലാത്ത പേരിൽ നിങ്ങൾ ആരും വരാതിരിക്കണ്ട. അപ്പോൾ എല്ലാവരും വരും. ചിക്കണേ പിന്നെ തട്ടുദോശ കാര്യങ്ങളൊക്കെ 5 മണിക്ക് ശേഷമാണ് ഉണ്ടാവുക. ബീഫ്, ചിക്കൻ ഒക്കെ ഉണ്ട്, എല്ലാതുണ്ട്. ഇനി ഇല്ലാത്തതൊന്നുമില്ല. നല്ല എല്ലാം ഒരു കുടക്കീഴിൽ. പുള്ളാരാസ് കഫേ. സുഹൃത്തുക്കളെ, ഇനിയിപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ചായയും കടിയൊന്നും ഇല്ലാത്ത ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മളെ പുള്ളാരാസ് കഫേ അതിന് വേണ്ടി നിങ്ങൾക്കായിട്ട് ഇവിടെ ഒരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മളെ ചായക്കാരനാണ്. ഇങ്ങനെ ചായ ധൃതിയിൽ ഇങ്ങനെ അടിക്കുകയാണ്. ചായ അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തർ ഓർഡർ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുകൊടുത്തിരിക്കുകയാണ്. കാരണം അവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, എന്നാലും ആൾക്കാരിങ്ങനെ കായലോരത്ത് ഇരുന്നിട്ടാണ് ചായ കുടിക്കുന്നത്. എല്ലാവരും ഇരിക്കാൻ അവരിവിടെ 10-16 ആൾക്കാർക്ക് സൗകര്യമൊക്കെ ഒരുക്കി കൊടുത്തിരിക്കുന്നു. അപ്പുറത്ത് റൂമുണ്ട്, ആ റൂമിലുണ്ടല്ല എല്ലാ സൗകര്യം. ഫാമിലികൾക്കൊക്കെ ഇരിക്കാനുള്ളൊരു നമുക്ക് റെഡി ആയിരിക്കുന്നു. ഒരു പഴയ ചായക്കാരനാണ്. ഒരു ചേച്ചി ഹെൽപ്പിനുണ്ട്, മറ്റൊരാളാണ് മുതലാളി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ വിയ്യങ്കായത്തിൽ നിന്ന് ഇങ്ങനെ കഴിക്കാമല്ലോ. മൂപ്പര് വിവരങ്ങളൊക്കെ പറഞ്ഞു. ജൂൺ 1 തുടങ്ങിയത്. കുഴപ്പമില്ല, കച്ചവടമൊക്കെ ഓക്കെയാണ്. പിന്നെ പൊരിക്കടികളെല്ലാ പൊരിക്കടികളുണ്ട്. ദോശയും കാര്യങ്ങളൊക്കെ 5 മണിക്ക് ശേഷം ഉണ്ടാവുക. 5 മണിക്ക് ശേഷമാണ് ആവുള്ളൂ. ബാക്കിയുള്ളത് ചായയും പൊരിക്കടികളൊക്കെ ഇങ്ങനെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു. കുഴപ്പമില്ല, കച്ചവടമൊക്കെ ഓക്കെയെന്ന് പറഞ്ഞു. ആൾക്കാർക്ക് ചായ കുടിക്കാനൊക്കെ ഒരു ഇടങ്ങേറല്ലേ, കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കാരണം ഇത് വളരെ എല്ലാവർക്കും ഒരു സന്തോഷമായി. അപ്പോൾ കാരണം ഇനി ആൾക്കാർ വരൽ തുടങ്ങും. അതാണ് സംഭവം. എന്തെങ്കിലും തിന്നാൻ കിട്ടുമ്പോഴാണ് എല്ലാവർക്കും ഒരു ഉഷാറുണ്ടാവുള്ളൂ. അല്ലാതെ വെറുതെ കണ്ടു പോകുമ്പോൾ ഒരു രസമില്ലല്ലോ. ഇനി ആൾക്കാരൊക്കെ ഉണ്ടാവും. ചിക്കനുണ്ട്, പിന്നെ ബീഫുണ്ട്, പിന്നെ സ്പെഷ്യൽ ഐറ്റംസുകൾ പുട്ട്, ബീഫ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. വലിയ കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇതാണ് നമ്മളെ ഓണർ. വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അത് നമ്മളെ ചേച്ചിയാണ് സഹായിക്കാനുള്ള. ഇതാണ് നമ്മുടെ ചായക്കാരൻ, സ്പെഷ്യലായിട്ടുള്ള ചായൻ്റെ ആളാണ്. ഇവർ കുറേ പഴക്കമുള്ള ആളാണ്. എൻ്റെ കുട്ടികളിപ്പോൾ കടികളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ്. കുട്ടികളുടെ അടുത്തുള്ള തന്നെയാണ്. കുട്ടികൾ തയ്യങ്ങാട് സ്കൂളിലെ 3-ാം ക്ലാസ്സിലാണ് പഠിക്കണത്. കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷം. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആൾക്കാർ കുട്ടികളാത്ര കട തുറന്നപ്പോഴേ ഉള്ളിവടയും പഴംപൊരിയൊക്കെ മേടിക്കാൻ വന്നതാണ്. അവിടെ അടുത്തുള്ളവരുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വീഡിയോ എടുക്കാൻ നല്ലതാഗ്രഹം. അപ്പോൾ ഒരു വീഡിയോ കുട്ടികളിൽ നിന്ന് എടുത്തതാണ്. പിന്നെ ഈ കഫേയിൽ അത്യാവശ്യം ഇരിക്കാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട് ഇവിടെ. ഫാമിലികൾക്കൊക്കെ ഒരുവിധം ആൾക്കാർക്ക് ഒരു 10-16 ആൾക്കാർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും അവർ ഇവിടെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ സൗകര്യമായിട്ട് ഇന്ന് ഭക്ഷണം കഴിക്കാൻ നല്ലതാണ്. എന്തായാലും എല്ലാവരും വരിക. വില പട്ടികയാണിത്.
നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചു തന്നതാണ്. പിന്നെ ഇവിടെ ബിയ്യങ്കാലിൻ്റെ മനോഹാരിത കണ്ടിട്ട് ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിരിക്കുക. പിന്നെ കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് ചായ അടിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ ഇവിടെ ഇരുന്ന് ചായ അടിക്കുന്നുണ്ട്. എങ്ങനെ ചായ അടിച്ചാലും ബിയ്യങ്കാലിൻ്റെ മനോഹാരിത കാണാം. അപ്പോൾ എല്ലാവരും വന്നൊന്ന് ട്രൈ ചെയ്യുക. ഇനി ഇവിടെ പിന്നെ ചായ കുടിക്കാനുള്ള കടയില്ലാത്തതുകൊണ്ട് വരാതിരിക്കണ്ട. അപ്പോൾ എല്ലാവരും വരിക. കാരണം ചായയും കടിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും അവിടെ എത്തും. കാരണം വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമല്ലോ. വെറുതെ അങ്ങനെ പോയിട്ട് വരുമ്പോൾ രസമില്ലല്ലോ. ഇതിപ്പോൾ അവിടെ എല്ലാം ഉണ്ട്, എല്ലാം വളരെ ഇതിൽ ഒക്കെ എല്ലാ പൊരിക്കടികളും ഉണ്ട്. അതുപോലെ തന്നെ ദോശ, ചട്നി കാര്യങ്ങൾ, അത് പിന്നെ ബീഫ്, പിന്നെ ചിക്കൻ, അങ്ങനെയുള്ള കുറേ ഐറ്റംസുകൾ, പിന്നെ അടിപൊളി ചായയും ഒക്കെ നമ്മളിങ്ങനെ കണ്ടിരുന്ന് ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ ബിയ്യങ്കായലോരത്തിരുന്ന് ആ ചായയും കടി ഇങ്ങനെ കഴിച്ചിരിക്കാൻ നല്ല രസമാണ്, കാറ്റും കൊണ്ടിട്ട്. അപ്പോൾ കുട്ടികളായിട്ട് എല്ലാവരും വരിക. ഓക്കെ, ഞാൻ തൂക്കുപാലത്തിൻ്റെ മേലെ ഒന്ന് കയറി വെറുതെ ഇങ്ങനെ ഒന്ന് ആ തലവരെ ഒന്ന് പോവാച്ചിട്ടാണ്. കുറേ കുട്ടികൾ ആൾക്കാർ വരണ തുടങ്ങിയിട്ടുള്ളൂ ശരിക്ക്. ഇപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ നല്ല തിരക്കാണ്. ഇപ്പോൾ ഒന്നാം പെരുന്നാൾക്കാണ് ഇത് എടുത്തത്. ഇനി രണ്ടാം പെരുന്നാൾ, മൂന്നാം പെരുന്നാൾക്കൊക്കെ ആൾക്കാർ വരും. നാലാം പെരുന്നാൾ വരെ ഉണ്ടാവും. അത്യാവശ്യം തിരക്കുണ്ട്. ഇനിയിപ്പോൾ തിരക്കാവും. കാരണം പുള്ളാലാസ് വന്നില്ലേ. പുള്ളാലാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നാൽ അങ്ങനെ ചായ അടിക്കാനൊന്നും ചിലർക്ക് പറ്റില്ല. അപ്പോൾ അത് കാരണം ഇപ്പോൾ നല്ലൊരു കഫേയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ. അതുപോലെ പാലത്തിൻ്റെ മേലൊന്ന് തൂക്കുപാലത്തിൻ്റെ മേലെ കൂടെ ഒന്ന് യാത്ര ഇങ്ങനെ ചെയ്തതാണ്. അതിന് മുന്നൊരു വീഡിയോ ഞാൻ തൂക്കുപാലത്തിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു, വിഷുവിൻ്റെ എന്നിട്ട് അധികാരം കണ്ടില്ല. എന്നാലും കാണാത്തവരൊന്നും കാണാം, അതും കാണാം, ഈ വീഡിയോ ഒന്ന് കാണുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, പിന്നെ അതിപ്പോൾ മേലെ നിന്നുള്ള വ്യൂ ആണ്. ഇപ്പുറത്ത് ഇതിപ്പോൾ ഞങ്ങൾ കാഞ്ഞിരക്ക് ഭാഗത്തേക്ക് എത്തി. ഞാൻ തൂക്കുപാലം കടന്നുകൊണ്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സ്ഥലമാണ്. കാഞ്ഞിരക്ക് ഭാഗത്ത് ഇറങ്ങുന്ന സ്ഥലം. ഇറങ്ങി ഞാൻ കാഞ്ഞിരക്ക് ഭാഗത്ത് പിന്നെ ബിയ്യങ്കാലിൻ്റെ ഓരത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. തൂക്കുപാലത്തിൻ്റെ ഒരു ഇതാണ്, ഫില്ലറാണ് ഇവിടെ. ഒന്ന് അപ്പുറത്തും, ഒന്നാ ഭാഗത്തും, ഒന്നീ ഭാഗത്തും. ഇതൊക്കെ കുറേ എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ ഇട്ട വീഡിയോ ആണ്. പക്ഷെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായങ്ങൾ നമ്മളെ വീഡിയോയിൽ നമ്മൾ ചെയ്യാമെന്നുള്ളൂ, മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഒന്ന് കാണാം. പിന്നെ തൂക്കുപാലത്തിൻ്റെ മെയിൻ്റനൻസും തൂക്കുപാലമൊക്കെ മാറ്റുമെന്നൊക്കെ പറഞ്ഞു. ഒന്നും ശരിയായിട്ടില്ല അതൊന്നും ഇതുവരെ. പടികളൊക്കെ ചിലതൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഇപ്പോൾ കയറുന്ന ഭാഗം എന്താ കുറച്ച് നന്നാക്കി എന്ന് വേണം. ഈ കയറുമ്മലാണ് ഇതിൻ്റെ ബലം. ഇതാണ് തൂക്കുപാലത്തിൻ്റെ ആ കയറ്.